പെട്ടുപോയി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്കാണത്. നമ്മൾ തൃശ്ശൂർ പാലക്കാട് ആ ഹൈവേ അവിടെ എത്തിയിട്ട് മാപ്പ് ഇട്ടാൽ മതിയായിരുന്നു. ഈ സാം ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. സാം ചേട്ടന് അമ്മച്ചി പറയണത്, ഗൂഗിൾ അമ്മച്ചി പറയണത് അനുസരിക്കുള്ളൂ. ഗൂഗിൾ അമ്മച്ചി പറയാത്ത ഒരു കാര്യം സാം ചെയ്യില്ല അല്ലേ? ഇതെന്ത് ഇത്ര സ്നേഹം അമ്മച്ചിനോട്? ആണല്ലേ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇറങ്ങും മുന്നേ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടി, കാരണം എയർപിൻ. വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഓൺ സൂര്യ സാം ഫാമിലി. ഇന്നിപ്പോ ഞങ്ങളുടെ മിക്കി, ഈ പുള്ളിക്കാരൻ സോറി ചക്കി, എന്റെ ഷേറ, അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് നമ്മളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാട്ടോ. കാര്യമായിട്ടൊന്നല്ല, ചെറിയൊരു വെള്ളാങ്കണ്ണി ട്രിപ്പാണ്. അതിൻ്റെ ഒപ്പം തന്നെ കണക്ട് ചെയ്ത് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് പോകും. അന്നേരം അപ്പം എല്ലാവരും നമ്മളുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പം സ്റ്റേ ട്യൂൺഡ് ഓൺ. ബൈ, ലവ് യു. അപ്പം നമുക്ക് ഒരുമിച്ച് പോവാം. വന്നോളൂ. എത്രയും ദയുള്ള മാതാവേ, അമ്മയുടെ സന്നിധിയിൽ ഓടി വന്ന് അമ്മയെ മധ്യസ്ഥ അപേക്ഷിതായി കേട്ടിട്ടില്ല എന്ന് അമ്മ ഓർക്കണമേ. വിലപിച്ച് കണ്ണു നിറച്ചിന്തി പാപിയായ്മയുടെ ദയാധിപത്യത്തെ കാത്തോടെ നിങ്ങൾക്ക് അവതരിച്ചതിന്റെ മാതാവേ, അമ്മയോട് ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടറിയണമേ. ആമേൻ. മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയുടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദലത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അമ്മയുടെ കൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അമ്മയുടെ ദലത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ അപേക്ഷയുള്ളമേ. അങ്ങനെ ദേ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വിശപ്പില്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ആക്ട് ചെയ്യും ഭയങ്കര വിശപ്പുള്ളതുപോലെ. എന്താണെന്നറിയില്ല കേട്ടോ, അത് പണ്ടേ ഉള്ള ശീലമാണ് കേട്ടോ. ഒന്നുകിൽ എന്തെങ്കിലും ചെറിയ ചെറിയ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കണം. പക്ഷേ ഇന്നത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ആക്ടിങ് ഒന്നും ആയിരുന്നില്ല. ഇന്ന് നമ്മളുടെ മെയിൻ മച്ചാന് തന്നെയാണ് വിശന്നത്, നമ്മുടെ സാമിനായിരുന്നു. കാരണം ഞാൻ വീട്ടിൽ ഭയങ്കര രാവിലെ നന്നായിട്ട് കഴിച്ചു, പുട്ടും എന്തോ കറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഉച്ചയായപ്പോഴേക്കും ഞാൻ ആ പൊറോട്ട ഉണ്ടായിരുന്ന ചൂടാക്കി, അങ്ങനെയൊക്കെ പിള്ളേരും ഞാനും അങ്ങനെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷേ പുള്ളിക്കാണെങ്കിൽ എന്താണെന്നറിയോ, കഴിക്കുമ്പോൾ നല്ല കാര്യമായിട്ട് കഴിക്കണം. പിന്നെ പൊറോട്ട അങ്ങനത്തെ കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല ആൾക്ക്. അപ്പോൾ ആൾ പറഞ്ഞു നമുക്ക് പോകുമ്പോൾ എന്തെങ്കിലും പുറത്തുനിന്ന് കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അധികം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ നിന്നില്ല, കാരണം ബ്ലോക്കും കാര്യങ്ങളൊക്കെ വരും. നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 5 മണി എന്തോ 5:30 എന്തോ ആയി കാണും. അങ്ങനെ അതേ പുള്ളി ബിരിയാണി ആയിരുന്നു പറഞ്ഞത്. പക്ഷേ ആ ബിരിയാണി കഴിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായി അത് വേണ്ടായിരുന്നു എന്ന് മനസ്സിലായി. കാരണം കൊള്ളില്ലായിരുന്നു, വലിയ കാര്യമല്ലായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല, ഇവ ചിക്കൻ ബിരിയാണി ആയിരുന്നു, ഇവയുടെ നല്ലതായിരുന്നു. സാമിൻ്റെ ബീഫ് ബിരിയാണി ആയിരുന്നു. എന്തോ ബീഫ് അത്ര ഭയങ്കര കട്ടിയോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതായിരുന്നു നോൺ വെജ് കഴിക്കണ്ട എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ആൾക്ക് വെജ് അത്ര വലിയ പ്രിയങ്കരമല്ല. വീട്ടിലിങ്ങനെ ഇലയും പുല്ലൊക്കെ കഴിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോഴും ഇലയും പുല്ലും കഴിക്കാൻ പറ്റില്ലെന്നുള്ള രീതിയിലാണ് ആൾ ചില സമയത്ത് പറയുന്നത്. ആയിക്കൊള്ളട്ടെ. അങ്ങനത്തെ ഞാൻ വന്നിട്ട് ഏകദേശം എൻ്റെ ഫുഡ് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. സെറയ്ക്ക് ഞാൻ പൊറോട്ടയാണ് കൊടുത്തത്. കാരണം യാത്രക്കിടയിൽ അങ്ങനെ നോൺ വെജ് നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം, അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അപ്പം ഞാനതുകൊണ്ട് അവൾക്കും പൊറോട്ടയാണ് കൊടുത്തത്. ഇവക്കുട്ടിയുടെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളുടെ യാത്ര തുടങ്ങി. അപ്പോൾ ഏകദേശം ഒരു എന്താ പറയുന്നത്, നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഒരു കഴിഞ്ഞ സമയം നമുക്ക് കിട്ടി. കാര്യമായിട്ട് ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല എന്ന് പറയണം. അതിനുശേഷം നമ്മൾ റൂട്ട് ഇട്ടപ്പോൾ എനിക്ക് മനസ്സിലായിട്ട് എവിടെയോ എന്തോ പാളിപ്പോയിട്ടുണ്ടെന്ന്. കാരണം നമ്മൾ പണ്ടെല്ലാം വീട്ടിൽ വെച്ചിട്ട് വേളാങ്കണ്ണിക്ക് പോകുന്ന വഴിക്കല്ല പോകുന്നത് കേട്ടോ. ഞങ്ങള് ആക്ച്വലി വേളാങ്കണ്ണിയുടെ പോകുന്ന വഴി ഞങ്ങൾക്ക് ഗൂഗിൾ അമ്മച്ചി നമുക്ക് തെറ്റിച്ചു. ആക്ച്വലി ചേട്ടനെ അറിയാമെന്നാ ഞാൻ കരുതിയത്. തൃശ്ശൂർ പാലക്കാട് അങ്ങനെ പോകുന്ന ഉദ്ദേശിച്ചത്. പക്ഷെ നമ്മൾ വന്നത്, ചേട്ടൻ എടുത്തത് മൂന്നാർ പെരുമ്പാവൂർ അല്ലേ? അങ്ങനെയായിരുന്നു. ഞങ്ങൾ എയർപിന്ന് കയറി, ഞങ്ങൾ ഭയങ്കര അധികം ടയർഡായിരിക്കുവാണ്. കാട്ടുതീയൊക്കെ അതൊക്കെ നമ്മൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുവാണ്. എന്താണെന്നുണ്ടെങ്കിലും അത്ര സുഖകരമായിട്ടുള്ളൊരു യാത്രയല്ല. മുടി കണ്ട ഇപ്പൊ ഇങ്ങനെ ഏരിയയിൽ വരെ കുറച്ച് ഇവിടെ എത്തും. ഇത് ഈ ചേട്ടനോട് എന്നോട് പറയാണ്, നിനക്ക് പറയാൻ മേലായിരുന്നു. ഞാൻ കരുതി ഇത്ര വലിയ സ്കിൽ ഡ്രൈവർ ആയിട്ട് അറിയില്ല എന്ന്. അല്ല, ഇതിപ്പോ ഞങ്ങൾ എവിടെ എത്തുമെന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോ മൂന്നാർ സ്റ്റേ ചെയ്യോ ഒന്നും അറിഞ്ഞൂടാ. എന്തായാലും ഓൺ ദ വേ ആണ്. ഇപ്പൊ നമ്മൾ എവിടെയാ നിക്കുന്നത്? ആരാ
എനിവേ നമുക്ക് അടുത്ത എവിടെങ്കിലും ഒന്ന് ഹോൾഡ് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. എന്തായാലും വഴി തെറ്റിയിരിക്കുവാണ് കേട്ടോ. അപ്പൊ കാണാം. ഓക്കെ, പെട്ടുപോയി കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റിപ്പോയെന്ന് പറഞ്ഞാൽ നമ്മുടെ മിസ്റ്റേക്ക് ആണത്. നമ്മൾ തൃശ്ശൂർ പാലക്കാട് ആ ഹൈവേ അവിടെ എത്തിയിട്ട് മാപ്പ് ഇട്ടാൽ മതിയായിരുന്നു. ഈ സാം ചേട്ടൻ ഇങ്ങനെ ചെയ്യുന്ന ആരും വിചാരിച്ചില്ല. സാം ചേട്ടന് അമ്മച്ചി പറയണത്, ഗൂഗിൾ അമ്മച്ചി പറയണത് അനുസരിക്കുള്ളൂ. ഗൂഗിൾ അമ്മച്ചി പറയാത്ത ഒരു കാര്യം സാം ചെയ്യില്ല, അല്ലേ? ഇതെന്ത് ഇത്ര സ്നേഹം അമ്മച്ചിനോട് ആണല്ലേ? എനിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇറങ്ങും മുന്നേ ഒരു കുറവൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടി, കാരണം എയർപിൻ പോലത്തെ വഴികള് ഭയങ്കര ഹൊറിബിൾ ആയിട്ടുള്ള യാത്ര. ഞാൻ അറിയില്ല, എന്നിട്ട് ഈ സാം പറയുവാണേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മൂന്നാർ സ്റ്റേ ചെയ്തിട്ട് വേളാങ്കണ്ണിക്ക് വേറൊരു ദിവസം പോവാന്ന്. അപ്പൊ അങ്ങനെയല്ല, അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കണ്ടേ? തൃശ്ശൂർ പാലക്കാട് വഴി അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഇവര് ഷോർട്ട് കട്ട് വഴിയാണ് കാണിക്കണത്. നിങ്ങൾക്ക് അറിയാൻ വളർത്താണ് ഇവര് ഗേൾസ് പട്ടിനെ കണ്ട് പേടിച്ചെന്നല്ല, ഭയങ്കര അധികം നമുക്ക് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ തലമുടിയൊക്കെ ഇരിക്കുന്നുണ്ട്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഞാൻ സത്യം പറഞ്ഞ ഊട്ടി കൊടൈക്കനാലൊക്കെ എനിക്ക് കാറിന് പോകാൻ പേടി വേറൊന്നല്ല, ഈ എയർപിന്റെ സെറക്കുട്ടി മതിയോ? ഇതാണ് ഈ സെറക്കുട്ടിയും പോട്ടെ, എയർപിന്നെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സംഭവമാണ് കേട്ടോ. ഊട്ടി കൊടൈക്കനാലൊക്കെ പോണം എന്ന് ഭയങ്കര ആഗ്രഹം. ശരിയാ പറഞ്ഞത്, ഇന്ത്യൻ ട്രിപ്പ് എനിക്ക് പറ്റൂന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നില്ല. കാരണം ഞാൻ പറഞ്ഞേക്ക് സിക്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇതും കൂടി ആയിക്കഴിഞ്ഞപ്പം ഭയങ്കര പ്രശ്നമായി. ഇനിയിപ്പോ എന്തായാലും ഞാനപ്പോ നിങ്ങളോടൊന്ന് പറയാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമുക്ക് എന്തായാലും എത്താതിരിക്കില്ല. ഇങ്ങനത്തെ ഒരു വേളാങ്കണ്ണി യാത്ര എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. ഞാൻ ഇതുവരെ കാറിന് പോയിട്ടില്ല വേളാങ്കണ്ണിയിൽ. നമ്മൾ ട്രെയിന് പോയിട്ടുണ്ട്, ചെറുപ്പകാലങ്ങളിലൊക്കെ ടൂറിസ്റ്റ് ബസ്സിനൊക്കെ പോയിട്ടുണ്ട്. ഇത് എന്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് തന്നതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഐ റിയലി ഗ്രേറ്റ്ഫുൾ ടു യു മാൻ. അത്ര ഞാനപ്പോ എന്താണെങ്കിലും എന്താന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാണാം. പുള്ളിക്കാരൻ ലോങ് ട്രിപ്പിന്റെ ആളാണ്. പുള്ളിക്കാരൻ മൂന്നാറൊക്കെ അടിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ, ഞാൻ പറഞ്ഞില്ല, എനിക്ക് അതെ, ഇത് ആരുടെയും മിസ്റ്റേക്ക് അല്ല. നമ്മളത് ഗൂഗിൾ മാപ്പ് ഇടുന്ന പോലെ ഇട്ടു, നമ്മള് പെട്ടു. ഇനിയിപ്പോ എത്തണം. ഇവര് മൂന്നാർ വഴി ഇപ്പം തമിഴ്നാട്ടിലേക്ക് ഒരു റൂട്ട് തുറന്നിട്ടുണ്ട്. ആ റൂട്ടാണ് ഇപ്പൊ കാണിക്കണത്. അതെപ്പോ എത്തും? എനിക്ക് എത്തിക്കഴിഞ്ഞിട്ടല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രശ്നം ഇപ്പൊ 7 മണിക്കൂർ കാണിക്കുന്നുണ്ട്, 7.5 മണിക്കൂറാണ് കാണിക്കുന്നത്. എന്തായാലും ഒരു അഡ്വഞ്ചറസ് ട്രിപ്പായി മാറുന്നുണ്ട്. അപ്പം ഓൾ ഇന്ത്യ ട്രിപ്പ് ഞാൻ മേ ബി പ്രിഫർ ചെയ്യണില്ല വണ്ടിയില്. പിന്നെ എങ്ങനെ പോകും വണ്ടിയിലല്ലാണ്ട്? നമുക്ക് അതായിരിക്കും നല്ലത് കേട്ടോ. കാരണം അയ്യോ, അതൊക്കെ അപ്പൊ നമുക്ക് ആലോചിക്കും. ഇപ്പൊ നമ്മള് സ്ഥലത്തെത്തട്ടെ അല്ലേ? ഇനിയിപ്പോ എന്തായാലും ഞാൻ നിങ്ങളെ പതിക്കൊന്ന് വഴി കാണിച്ചു തരാം കേട്ടോ. വേറെ ഒന്നല്ല, ഇത് മൂന്നാറ് വഴി നമ്മുടെ മസനഗുഡി വഴി ഊട്ടി എന്ന് പറഞ്ഞ പോലെ മൂന്നാറ് വഴി വേളാങ്കണ്ണി. ആർക്കെങ്കിലും അറിയോ അങ്ങനത്തെ ഒരു വഴി? എങ്കിൽ ഞങ്ങള് കാണിച്ചു തരാം. അമ്മച്ചി ഇട്ടാ മതി, ഗൂഗിൾ അമ്മച്ചി കറക്റ്റ് ആയിട്ട് കാണിച്ചു തരും. ഇത്രേ ഉള്ളു കേട്ടോ. നമുക്ക് നോക്കാം. നമ്മുടെ ഫ്രണ്ടിൽ കൂടെ ഒരു തമിഴ്നാട് വണ്ടി പോകുന്നുണ്ട്. ആ കാറ് പോകുന്നുണ്ടോ? അപ്പം അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അത് നമുക്ക് നോക്കാം. ഇതാണ് ഓടിക്കും. മൃഗങ്ങൾ ഓടുന്നു. മൃഗങ്ങൾക്ക് കറക്റ്റ് അറിയാം ഈ മലയുടെ മലയുടെ അടിവാരത്തിൽ കൂടി പോകാൻ അറിയാതെ മല ക്രോസ് ചെയ്യാന്. അതിന്റെ പുറകിൽ ഈ ആൾക്കാർ ഓടും. അങ്ങനെ ആ വഴി കണ്ടുപിടിക്കണം വീട്ടിൽ ക്രോസ് ചെയ്യാനുള്ളത്. എന്നിട്ട് കണ്ടോ, നമ്മൾ ഏകദേശം നമ്മുടെ മധുരയിലേക്ക് 107 കിലോമീറ്റർ എന്നാണ് കാണിക്കണത്. തമിഴ് വായിക്കാൻ അറിഞ്ഞൂടാ. ഇനിയിപ്പൊ ഇങ്ങേരുടെ കല്യാണം കഴിച്ച് തമിഴും കൂടി ഇങ്ങേരെ തന്നെ പഠിപ്പിക്കും. 37
37 വയസ്സ് ഏപ്രിൽ ആവുള്ളൂ എനിക്ക്. ആ വയസ്സിൽ ആദ്യമായിട്ടാണ് മസിനഗുഡി വഴി ഊട്ടിന്ന് കേട്ടിട്ടുണ്ട്, മൂന്നാർ വഴി വേളാങ്കണ്ണി ഞാൻ ആദ്യമായിട്ടാ പോണത്. എന്തായാലും വളരെ നന്ദിയുണ്ട് കേട്ടാ. എന്റെ പൊന്നു, തമിഴ്നാട് ബസ്സിനെ നമ്മൾ വെട്ടിച്ചു. ഇനി എങ്ങോട്ടേക്കാണോ? ബസ്സിന്റെ പുറകെ പോയാ പോരായിരുന്നോ? എന്റെ അമ്മച്ചിയേ. സാമു, എന്റെ പൊന്നോ, ഓഫ് റോഡ് ഓടിച്ചിരുന്നുള്ള സങ്കടം വേണ്ട. ഈ വണ്ടിയായിട്ട് ഞങ്ങള് ഒരു കണക്കിന് നമ്മള് തമിഴ്നാട്, അതായത് NH ലോട്ടല്ലേ കടന്നിരിക്കുന്നത്, NH ലോട്ട് നമ്മൾ കടന്നിട്ടുണ്ട്. തമിഴ്നാട് ബോർഡറിലേക്ക് കടന്നു. 107 കിലോമീറ്റർ മധുരയെന്നാണ് കാണിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ കുഴപ്പമില്ലായിരിക്കാം, എത്തുമായിരിക്കാം. ഇത്തിരി ടഫായിരുന്നു കേട്ടോ, ഇത്ര നേരമുള്ള വഴിയും കാര്യങ്ങളൊക്കെ നല്ല ടഫായിരുന്നു. എന്റെ പൊന്നു പറ, നിങ്ങൾ പറ. ഭയങ്കര എയർപിൻസ് ആയിരുന്നു. മല കയറലും ഇറക്കലും ഉള്ളു. നമ്മളങ്ങനെ നോർമലി നമ്മളങ്ങനെ ഹിൽസ് ഏരിയയിലൊന്നും ഡ്രൈവ് ചെയ്യാറില്ല. ഞാനാണെങ്കിലും അവിടെയാണെങ്കിലും. എന്നാലും കുഴപ്പമില്ല, വണ്ടി സ്റ്റെബിൾ ആയിട്ട് നിന്ന്. പക്ഷെ ഉള്ളിൽ നിൽക്കുന്ന ഇവർക്ക് ഇത്തിരി റോളിങ് വന്നു ഓട്ടോമാറ്റിക്കലി. ഈ വണ്ടിയല്ല, ഏത് വണ്ടിയാണെങ്കിലും റോളിങ് വരും, അത് ഷുവറാണ്. ആ കാര്യം ഞാൻ വണ്ടിനെ കുറ്റം പറഞ്ഞല്ല. മല ഇറങ്ങാനത്തെ ഓട്ടോമാറ്റിക് ഇത് വരില്ല. എന്താ ആ ഒരു സിക്നസ് നമുക്ക് വരുമല്ലോ, നമുക്കൊരു അങ്ങനത്തെ ഒരു ഫീല് വരും. അല്ലാതെ വണ്ടിയുടെ അല്ല കേട്ടോ, ഇത് ഗ്രാവിറ്റിയുടെ വ്യത്യാസം വരും. ചെവിയൊക്കെ അടഞ്ഞു. നമ്മളിങ്ങനെ മറ്റേ ഡസ്റ്ററിലും ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോ നമ്മൾ മൂന്നാർ പോയ സമയത്ത് ഇങ്ങനെ പിന്ന് പോയില്ലേ, നമ്മുടെ എയർ പിൻസ് പോകുമ്പോഴും ഭയങ്കര നമുക്ക് വൊമിറ്റ് ചെയ്യാൻ തോന്നില്ലേ. പക്ഷെ ഇതിപ്പോ രാത്രിയാണെന്നേ, ഒത്തിരി രാത്രി. അപ്പൊ 10:45 സമയമായി ഏകദേശം. നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഏകദേശം നമുക്ക് ഇനിയിപ്പം തമിഴ്നാട് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ കുറച്ച് സേഫ് ആണെന്ന് വിചാരിക്കുന്നു. എന്തായാലും എത്തട്ടെ. ഞാൻ ഇങ്ങനത്തെ ഒരു വ്ളോഗ് ഒരിക്കലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ആരും ഗൂഗിൾ മാപ്പ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നിട്ടിട്ട് പോവാൻ നിക്കണ്ട കേട്ടോ. അറിയാവുന്ന സ്ഥലം പോലെ നോർമൽ ഓടിച്ചു പോവുക. അത് കഴിഞ്ഞ് ആഫ്റ്റർ ദ നമുക്ക് ഗൂഗിൾ മാപ്പ് കിട്ടാം. പക്ഷെ ഞാൻ കംപ്ലീറ്റ് ഫെയിലർ ആണെന്ന് പറയുന്നില്ല. ഇത് അവര് ഷോർട്ടസ്റ്റ് വേ അവർ കാണിച്ചു തന്നേ ഉള്ളൂ. പക്ഷെ നമുക്കത് ഇത്ര എയർപിന്ന് നമ്മൾ അത് ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ നോർമൽ ഹൈവേ കൂടി പോകണമെങ്കിൽ. കാരണം അത് കുറച്ച് സേഫ്റ്റിയും, കാരണം കുറച്ചും കൂടി റിലാക്സ് ചെയ്ത് ഓടിക്കാമായിരുന്നു. ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ മൂന്നാർ ട്രിപ്പ് പോലത്തെ ഒരു ഫീലിംഗ് വന്നു. അതും രാത്രിയല്ല, അത്ര സേഫും അല്ല നമ്മള്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഇതിപ്പോ ഇനി കുഴപ്പമില്ല. കുട്ടികളൊക്കെ സേഫ് ആണ്. ഇവയ്ക്ക് ചെറിയൊരു സിക്നസ് വന്ന് സെറ ഉറങ്ങിയിട്ടുണ്ട്. കുഴപ്പമില്ല. എവിടെയെങ്കിലും പമ്പ് എവിടെയെങ്കിലും കണ്ടെയ്നർ നിർത്തിയിട്ട് ഒന്ന് റിഫ്രഷ് ആയിട്ട് പോകാം. നമ്മൾ ഏകദേശം കടന്നു. എനിക്ക് ജസ്റ്റ് ഐ തിങ്ക് 400 കിലോമീറ്റർ വല്ലതും ഉണ്ടാവുള്ളൂ. 400 ഉണ്ടോ? അത്രേ ഉണ്ടാവുള്ളൂ. 337 കിലോമീറ്റർ കാണിക്കുന്നത്. 337 ആണ് കാണിക്കുന്നത് ഡിസ്പ്ലേ. പറഞ്ഞില്ലേ, അത്രേ ഉള്ളൂ. എനിക്ക് ഇപ്പൊ ഏർലി മോർണിംഗില് 1 മണി 2 മണിക്കുള്ളിൽ എത്തുമായിരിക്കും ചിലപ്പോ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇല്ല, 4:47 അറൈവല് കാണിക്കുന്നത്. നമുക്ക് നിർത്തി പോകാൻ രാവിലെ എത്തേണ്ട രീതി. അപ്പൊ എന്താ, ഇനിയിപ്പം ഒരാശ്വാസം വന്നു. നമ്മൾ NH കിടന്നപ്പോ ഒരു ആശ്വാസം ഉണ്ട്. എന്തായാലും നിങ്ങളോടത് അപ്ഡേറ്റ് ചെയ്യണമല്ലോ, എവിടെ എങ്ങനെ എത്തിയെന്ന്. അപ്പൊ എന്തായിരുന്നു. അപ്പൊ നമുക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ആകെ ടയേർഡാണ് കേട്ടോ. കോലമൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. വയറൊക്കെ എന്തോ ഗ്യാസ് വന്നിരിക്കുന്നു. ഇങ്ങനെ എന്താ പറയാ, സിലിണ്ടർ വെച്ച പോലെയായി വയറും കാര്യങ്ങളൊക്കെ. ഇരുന്നിരുന്നിരുന്ന് നമ്മളെ ഫെഡപ്പായി പോയി. പിന്നെ മാത്രമല്ല, ഇങ്ങനെ ഒരു കംഫർട്ട് അല്ലല്ലോ നമുക്കിങ്ങനെ ഓഫ് റോഡിൽ കൂടി പോകുന്ന ഫീല് വന്നു. കാരണം ശരിക്കും നല്ല ചുരം. അല്ലടാ, അത് ഇതായിരുന്നു, പിൻസ് ആയിരുന്നു, എയർ പിന്നായിരുന്നു. ഇത്ര നമുക്ക് അതാണെങ്കിൽ ഇരുട്ടും. വണ്ടിയാണെന്നുണ്ടെങ്കിൽ സാം ആക്സിലറേറ്റർ കൊടുക്കാണ്ടാണ് ഓടിച്ചത് അല്ലേ. തന്നെ വണ്ടി ഇങ്ങനെ ഒഴുകി ഒഴുകി പോവായിരുന്നു അത്ര. അത് മറ്റേ റൂട്ടാണ്. നമ്മള് നോർമൽ മൂന്നാറിലേക്കല്ല, നമ്മള് അങ്ങോട്ടല്ലല്ലോ പോകണം, ടോപ്പ് സ്റ്റേഷനിലേക്കല്ല. മൂന്നാറിൽ നിന്ന് ചെന്നിട്ട് അവിടെ നിന്ന് തമിഴ്നാട് കട്ട് ചെയ്തു നമ്മള്. ആ റൂട്ടാണ് കയറിയത്. അതാണ് വേറെ ഇതിലേക്ക് പോയത് നമ്മള്. പിന്നെ വേറൊരു കാര്യം, തണുപ്പിന്റെ പറഞ്ഞില്ലേ, AC താറണ്ട. ഞങ്ങൾ AC ഇല്ലാണ്ടാണ് പോയത്. ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്ന പോലെ, അത്ര അധികം കൂളിംഗ് ഫീൽ ആണ് കേട്ടോ. അതുകൊണ്ട് താറ് എടുക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ AC ഒക്കെ കമന്റ് കേൾക്കുവാണെങ്കിൽ വിശ്വസിക്കല്ലേ കേട്ടോ. AC ഒക്കെ നല്ല പവറാണ്. ബാക്ക് AC പിള്ളേർ ഓഫ് ചെയ്യാൻ പറഞ്ഞു. അപ്പം അല്ലെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഒന്നിൽ AC ഇടാറുള്ളൂ കേട്ടോ. അതുകൊണ്ട് അത്രയും റിവ്യൂസ് ഒന്നും വിശ്വസിച്ചിട്ട് വേണ്ട ആവശ്യം. ഇപ്പം അതിന്റെ കുറവുകൾ അറിഞ്ഞെടുക്കുന്നവർ എടുക്കാൻ ആഗ്രഹിക്കാത്തവർ എടുക്കണ്ട. അല്ലാതെ അത് അവര് പറഞ്ഞുകൊണ്ട് എടുക്കുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ AC കുഴപ്പമില്ല. പിന്നെ ബൂട്ട് സ്പേസ് കുറവാണ്. പക്ഷെ എന്നിരുന്നാലും ഞങ്ങൾക്ക് 4 പേർക്ക് ഓക്കെയാണ്.
ഞങ്ങൾ ഏകദേശം 4-5 ബാഗ് വെച്ചു. നമ്മുടെ ഈ പറഞ്ഞതുപോലെ ബാക്ക് പാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താണ് പറയാ, വേറെ വണ്ടിയുടെ ഒരു ഇത്ര ട്രാവൽ ചെയ്തിട്ട് വണ്ടിയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല. നമ്മുടെ എയർപിന്നിന്റെ ബുദ്ധിമുട്ടായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ ആവശ്യമില്ലാത്തതാണെന്ന് തോന്നുന്നു ഞാനിപ്പോ പറഞ്ഞ കാര്യം. ഞാൻ പറഞ്ഞു വന്നപ്പോ വഴിക്ക് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പൊ ഇനിയിപ്പൊ ഞാൻ എന്തായാലും ഉറങ്ങുന്നില്ല. കാരണം ചേട്ടനോ പുള്ളിക്കാരനോ ഇപ്പുറത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഉറങ്ങുന്നത് സുഖമല്ലല്ലോ, സേഫ് അല്ലല്ലോ. അപ്പൊ എന്തായാലും ഇനിയിപ്പം നമ്മുടെ എന്തെങ്കിലും ഇതിനിടയിൽ വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹോട്ടലിൽ ചെന്നിട്ട് റൂമോ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ബൈ. അങ്ങനെ ദേ ആ പോകുന്ന വഴിയിലാണ് ഈ കാഴ്ച കണ്ടത് കേട്ടോ. നമ്മളുടെ ഇതിനെ കൊണ്ടുപോകുന്നതാണ് വണ്ടിയിൽ പോത്തോ കാളയോ അങ്ങനെ എന്തോ. അപ്പോൾ അത് ഞാൻ കുറച്ചൊന്ന് വീഡിയോ എടുക്കാമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷം ദേ നമ്മളൊന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം പൊള്ളാച്ചിയോ അവിടെ എവിടെയായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ഫെഡപ്പായെന്ന് പറഞ്ഞാലുണ്ടല്ലോ, പണ്ടാറ് ഓടിച്ചിട്ടാണെങ്കിൽ എത്തുന്നതുമില്ല. എൻ്റെ ദൈവമേ, ആകെ കൂടെ എങ്ങനെയെങ്ങാനും നമ്മൾ പോയ മെയിൻ പർപ്പസ് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള രീതിയിലായി. ഞാൻ വേറെ ഒന്നുമല്ല, മോളെ ഒന്ന് ഓക്കെ ആക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കാരണം അവൾ ചെറിയൊരു ഉറക്കത്തിൽ നിന്ന് അവൾ എണീറ്റു. അപ്പോൾ അവളൊന്ന് റിഫ്രഷ് ചെയ്തിട്ട് അവളപ്പോൾ വിശക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ ആ സമയത്ത് അവൾ വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കട്ടൻ ചായ കുടിച്ചായിരുന്നു. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, തമിഴ്നാട്ടിലേക്ക് പോകുന്തോറും ചില സ്ഥലത്തൊക്കെ ചില ഹോട്ടൽസിലൊന്നും ഒട്ടും എന്താ പറയുന്നത്, നമ്മൾ വിചാരിക്കുന്ന അത്ര ആ ഒരു വൃത്തിയും കാര്യങ്ങളൊക്കെ ഇത്തിരി കുറവായിരിക്കും. പക്ഷെ നമ്മളത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ ബ്രെഡും കാര്യങ്ങളൊക്കെ എടുത്തത്, ഈ ചെറിയ ഇതിന്ന് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും എടുത്ത് കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. അത്ര അധികം ടയേർഡായി. നമ്മൾ ആ എയർപിൻ കയറിയപ്പോൾ തന്നെ നമ്മുടെ അവസ്ഥ തന്നെ പോക്കായിപ്പോയി. അങ്ങനെ അവളവിടെ ഊത്തപ്പമായിരുന്നു ഉണ്ടായിരുന്നത്, ഊത്തപ്പയോ ദോശയോ അങ്ങനെയായിരുന്നു. പക്ഷെ അവൾ കാര്യമായിട്ടുള്ള കഴിച്ചില്ല, അവൾ കഴിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഏർലി മോർണിംഗ് ആയതുകൊണ്ടിട്ടായിരിക്കാം. അതിനുശേഷം എന്താ നമ്മൾ തമിഴ്നാടല്ലേ, നാഗപട്ടണത്ത് ഇനിയിപ്പം 25 കിലോമീറ്റേഴ്സ് ഉണ്ട്. എത്തി. ഒട്ടും സുഖകരമായിരുന്നില്ല ഒരു യാത്ര. ഹലോ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളൊന്ന് ഉറങ്ങി നിർത്തിയിട്ട് നമ്മുടെ ആ മറ്റേ ആദ്യത്തെ പണിപാളിയില്ലേ, അതോടെ എല്ലാം തകർന്നു പോയി. എയർപിൻ്റെ ഒക്കെ കയറി വല്ലാണ്ടായി. ഇപ്പം ചെല്ലുക, കിടന്നുറങ്ങുക, എപ്പം നമ്മൾ ഫ്രീ ആവുന്നു അപ്പം നമ്മൾ നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പോവുക. ടൈമും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വേളാങ്കണ്ണിയിലൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സെറക്കുട്ടി ആക്റ്റീവാണ്. അതാണ് നമ്മുടെ കാഴ്ചകൾ. ഓക്കെ, അപ്പം ഇനിയിപ്പം നമ്മൾ റൂമിൽ ചെന്നിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങി. പക്ഷെ ഉറക്കൊട്ടും ഡീപ്പ് സ്ലീപ്പ് കിട്ടണില്ല. ബ്രേക്ക് ചെയ്ത് പോവായിരുന്നു. കാരണം പുള്ളി വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ ഉറങ്ങിയാൽ ശരിയാകത്തില്ലല്ലോ. അപ്പം അങ്ങനെയുള്ളൂ. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. അങ്ങനെ ഏകദേശം നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി, നാഗപട്ടണത്തെത്തി. വേളാങ്കണ്ണിക്ക് മുന്നേയുള്ള സ്റ്റോപ്പെത്തി. അന്നേരമാണ് നമുക്ക് എന്താ പറയണത്, ഒന്നിനു പുറകെ ഒന്നെന്ന് പറഞ്ഞ പോലെ മഴയുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ മഴയുള്ളപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ നേർച്ചകൾ ചെയ്യുമ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അടുത്ത തലവേദനയാവും. അപ്പോൾ ഞാൻ കരുതിയ മാതാവേ, മഴ ഒന്നും മാറ്റിത്തരണേ. കാരണം നമ്മൾ വന്നത് തന്നെ വർഷത്തിൽ വരുന്നത് തന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞതുപോലെ മഴ തോർന്നു. നല്ല മഴയായിരുന്നു, മഴ ഒന്ന് തോർന്നു. അങ്ങനെ ഞങ്ങളിപ്പോൾ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ അല്ല വിചാരിച്ചത്, ശരവണ ഭവനിൽ എടുക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ശരവണ ഭവനിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഫോൺ ബുക്കിംഗ് അവിടെ അവർ നേരിട്ട് വന്നാൽ മതി എന്നേ പറയത്തുള്ളൂ. പിന്നെ ഞാൻ ബുക്കിംഗ് സൈറ്റ്സിലൊക്കെ ഞാൻ ചെയ്യാറില്ല. 2 പ്രാവശ്യം ചെയ്തിട്ട് എനിക്ക് 2 പ്രാവശ്യവും പണി കിട്ടിയത് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഒരു പ്രാവശ്യം പണി കിട്ടിയിട്ട് നമ്മൾ സംസാരിച്ച് ക്ലിയർ ചെയ്തു. അപ്പം മറ്റേ പ്രാവശ്യം പണി പാളിപ്പോയി. അതുകൊണ്ട് ഞങ്ങൾ നേരിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നേരിട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞതുപോലെ റൂം ഫുള്ളാണെന്ന് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാണ്, പിന്നെ നോക്കി പിടിച്ചിട്ട് നമ്മൾ വിളിച്ചൊക്കെ ചോദിച്ചിട്ട് മേരിലാൻഡിലേക്ക് വന്നു. നമ്മളിങ്ങനെ റൂം ഒത്തിരി ഉണ്ട് അവിടെ, ഒരുപാട് റൂംസ് ഉണ്ട്. പക്ഷേ മറ്റേ ഈ വെള്ളമാണ് കിട്ടുന്നത്, ഉപ്പുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ കട്ടിപ്പുണ്ടാവും. കട്ടിപ്പുള്ളപ്പോൾ നമുക്കത് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടിട്ടാണ് ഞങ്ങൾ റൂം നോക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ട്രീറ്റഡ് വാട്ടറാണ്, അതായത് ഉപ്പൊന്നുമില്ല, നല്ല വെള്ളമാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത്. നമുക്ക്
നമുക്ക് വേറെ എക്സ്ട്രാ വെള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല. കുടിക്കാൻ നമ്മൾ പുറത്തുനിന്ന് വാങ്ങും, അല്ലാതെ നമുക്ക് കുളിക്കാനൊക്കെ നല്ല വെള്ളമാണ് കിട്ടുന്നത്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഇവിടെ തന്നെ അങ്ങ് എടുത്തു. പിന്നെ നമുക്ക് ഈ പറഞ്ഞതുപോലെ പള്ളിയിൽ നിന്ന് തൊട്ട് അടുത്ത് തന്നെയായിരുന്നു. പള്ളി ഇപ്പോൾ ദൂരെയാണെങ്കിൽ നമുക്ക് വണ്ടി ഉണ്ടെങ്കിലും പള്ളിയിൽ നിന്ന് അടുത്തുള്ള സ്ഥലത്താണ് എടുത്തത്. നമ്മൾ ഏകദേശം ഒരു 3-4 മണിക്കൂർ ഉറങ്ങി കേട്ടോ. സമയം ഏകദേശം 3 മണി 3:15 ആയി. പിന്നെ താഴെ തന്നെ റെസ്റ്റോറൻറ്റ് ഉള്ളത് കൊണ്ടിട്ട് ആ ഒരു ധൈര്യത്തിൽ നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫുഡിന് ഉണ്ടാകുമെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉറങ്ങി കഴിഞ്ഞ് നേരെ ആയപ്പോഴാണ് നമ്മുടെ തലയൊക്കെ നേരെ വീണത്. എന്നിട്ടും ഒരു മന്നിച്ചാണ് ഇരിക്കുന്നത്. കാരണം ഒട്ടും ഉറങ്ങാതിരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമാണ്. ഇടയ്ക്ക് നമ്മൾ വണ്ടി നിർത്തിയിട്ട് ഉറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഉറങ്ങിയെങ്കിലും എനിക്ക് ഡീപ്പായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. കാരണം പുള്ളി വണ്ടി ഓടിക്കുന്നതുകൊണ്ട് ഡീപ്പായിട്ട് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ സെറക്കുട്ടി കുറേ നേരം സാമിന് കമ്പനി കൊടുത്തായിരുന്നു. സാർ ഒരു കുഞ്ഞ് ഉറക്കം കഴിഞ്ഞിട്ട് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ സാർ ഉറങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ തട്ടിമുട്ടിയൊക്കെ എത്തിയെന്ന് വേണം പറയാൻ. അങ്ങനെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു. പുള്ളിക്കാരൻ റൈസാണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തത്. അങ്ങനെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ചൂടോടെ തന്നെ നല്ല ഫുഡും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടി. ഒരു ഹോംലി ഫീൽ ഉണ്ടായിരുന്നു. സെറക്കുട്ടി കഴിച്ചു. സെറ കഴിച്ചപ്പോൾ നമുക്ക് ആദ്യം സമാധാനമായി. കാരണം അവൾക്ക് ഈ പുറത്തേക്ക് ഒക്കെ പോയാലേ ഫുഡും കാര്യങ്ങളൊക്കെ ഇത്തിരി പ്രശ്നം കിട്ടാറുണ്ട്. ഞാൻ ചപ്പാത്തിയാണ് കഴിച്ചത്. കാരണം വയറിൽ ഗ്യാസ് വന്ന് തിങ്ങി നിൽക്കുക, നമ്മളാ കൂടി വീർത്തിരിക്കുന്ന പോലെ തോന്നുന്നു. ഉറക്കവും പ്രോപ്പറായിട്ടില്ല. അപ്പോൾ ലൈറ്റായിട്ടാണ് ഞാനും കഴിച്ചത്. പിന്നെ ഇവക്കുട്ടി പിന്നെ കുഴപ്പമില്ല, അവൾ കഴിച്ചു. അവൾക്ക് കുഞ്ഞു പ്രായത്തിലുള്ള ബുദ്ധിമുട്ടൊക്കെ അവൾ വലുതായില്ല, അവൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു യാത്രയോടെ എനിക്ക് മനസ്സിലായി എനിക്ക് അധികം ലോങ് അടിക്കാനൊന്നും പറ്റത്തില്ല എന്ന്. കാരണം എനിക്ക് അല്ലെങ്കിൽ തന്നെ ഒരു സിക്നസ് വരാറുണ്ട്. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എയർപിൻ കയറിയത് കൊണ്ടാണോ എന്നറിയില്ല, ഒരു പേടി വന്നു. യാത്രയോട് തന്നെ ഒരു പേടി വന്നു. കാരണം വളരെയധികം ബുദ്ധിമുട്ടി. നമ്മളുടെ മിസ്റ്റേക്കാണത്. ഞാനത് ഈ മനുഷ്യനോട് ആദ്യമേ പറഞ്ഞതാണെന്ന്, നിങ്ങളൊന്ന് നോക്കണം, റൂട്ട് എങ്ങനെയൊക്കെയാണ് പോകുന്നത് നോക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ പറഞ്ഞു നമ്മുടെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ട്രിപ്പ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു നമുക്ക് ഇങ്ങനത്തെ ഒരു പണി കിട്ടിയത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് വന്നു. പിന്നെ നമ്മുടെ റൂമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു നല്ല ഒരു സമാധാനവും വേറെ നമുക്ക് ആ ഒരു തിരക്കിന്ന് മാറിയിട്ടല്ല, നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ അതേപോലെ തന്നെ അവരുടെ ഹോസ്പിറ്റാലിറ്റി അതിലും ഗംഭീരം. പിന്നെ നമുക്ക് വേറെ ചില റൂമുകളിലൊക്കെ ചില ഹോട്ടലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഈ ടിപ്പ്, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട്. നമ്മൾ എന്തിന് വേണമെങ്കിൽ നമ്മൾ ടിപ്പ് കൊടുക്കണം. ഇപ്പോൾ നല്ല വെള്ളം, ഇപ്പോൾ നമ്മൾ തല കുളിക്കാനൊക്കെ നമ്മൾ നല്ല വെള്ളമാണല്ലോ, ട്രീറ്റഡ് കട്ടിപ്പുള്ള വെള്ളമൊന്നും പറ്റത്തില്ല. പക്ഷേ ആ കട്ടിപ്പുള്ള വെള്ളം പറ്റത്തില്ലെന്ന് പറഞ്ഞ് നമ്മൾ ക്യാൻഡ് വാട്ടർ നമ്മൾ പറയുമ്പം അപ്പത്തെ അവർക്ക് ടിപ്പ് കൊടുക്കണം. ഇപ്പോൾ ഹോട്ടലിൽ തന്നെ ഉള്ള ആളാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ടിപ്പ് കൊടുക്കണം. പക്ഷേ ഇവിടെ അമ്മരുടെ പ്രശ്നങ്ങളൊന്നുമില്ല, കാരണം വെള്ളം അവൈലബിൾ ആണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ വേറെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ടിപ്പ് കൊടുക്കുന്നതുകൊണ്ടിട്ടൊന്നുമല്ല, നമ്മളോട് ഇങ്ങനെ തലവേദനയായിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും. അതാണ് നമുക്ക് ഏറ്റവും വലിയ ഭ്രാന്ത് കയറുന്നത്. അങ്ങനെ പിന്നെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഞങ്ങൾ പിന്നെയും കിടന്നുറങ്ങിയെന്ന് വേണം പറയാൻ. കാരണം പള്ളി പോകണം. മഴ ഒന്ന് തോർന്നു, എന്നാലും ഇങ്ങനെ മൂടിക്കെട്ടിയിരിക്കുകയാണ്. കുറച്ച് സ്മോൾ ഈറ്റ്സൊക്കെ പുറത്തുനിന്ന് ഞങ്ങൾ വാങ്ങിച്ചായിരുന്നു കേട്ടോ. കാരണം ഈ പറഞ്ഞതുപോലെ വിശക്കുമല്ലോ, ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് വിശപ്പ് കൂടുമല്ലോ. ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഇൻറ്റീരിയർ വന്നിട്ട് കേട്ടോ. ഏകദേശം നല്ല സ്പേഷ്യസും കാര്യങ്ങളൊക്കെയാണ്. അവരോടെങ്കിൽ എക്സ്ട്രാ ഒരു കോട്ടും കൂടി ഇട്ടുതരാമെന്ന് പറഞ്ഞു. പക്ഷേ ആവശ്യമില്ല, ഓൾറെഡി ഒരു ഡബിൾ കോട്ട് പിന്നെ ഒരു സിംഗിൾ കോട്ട് ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കോട്ടിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ കണ്ടില്ല, ആകാശമൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ, മൂടി കെട്ടി നിൽക്കുവാണിത്. ഏകദേശം ഒരു 3-3:30 മണിയായി. എന്നിട്ടും ഇത് തന്നെയാണ് അവസ്ഥയെന്ന് വേണം പറയാൻ. പിന്നെ കുറച്ച് നേരം ഒരു നല്ലൊരു ഉറക്കം ഉറങ്ങിക്കഴിഞ്ഞപ്പം ഒരുപാട് ലേറ്റായിട്ടോ. പിന്നെ ആ കഥകളുടെ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇത് ഒരുപാട് ലോങ് ആയി. അപ്പോൾ അതുകൊണ്ടിട്ടാണ്. അപ്പം നമ്മുടെ സെറക്കുട്ടിക്ക് പിന്നെ ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എടുത്ത് വെക്ക്, ഇപ്പോൾ കുടിക്കേണ്ട, കാരണം ഭക്ഷണമൊക്കെ കഴിച്ചതല്ലേ, നമുക്ക് വൈകിട്ട് കുടിക്കാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളെല്ലാവരും കുറച്ച് നേരം കൂടെ റെസ്റ്റ് എടുത്തു. പിന്നെ ഇനിയിപ്പോൾ പള്ളിയിലെ കാഴ്ചകളാണ്, ഒരുപാട് പറയാനുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ബൈ.